കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൻ്റെയും കൗൺസിൽ ഹാളിൻ്റെയും ഉദ്ഘാടനം നടന്നു. സമ്മേളനം മന്ത്രി വി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൻ്റെയും കൗൺസിൽ ഹാളിൻ്റെയും ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് ഓഡിറ്റോറിയം മന്ത്രി വി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രാദേശിക സർക്കാരുകൾ തന്നെയാണ്. എല്ലാ അർത്ഥത്തിലും ഒരു സർക്കാർ താഴെ തലത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് കേരളം തന്നെ ഏറ്റവും നല്ല മാതൃകയായിട്ടാണ് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആസൂത്രണം തന്നെയും നമ്മൾ താഴെ തലത്തിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. എത്രമേൽ നമ്മളെല്ലാം ഗ്രാമസഭകൾക്ക് പോകുന്നുണ്ട്, ഇടപെടുന്നുണ്ട് എന്നൊക്കെയുള്ളതാണ് ഒരു ചോദ്യം. പലപ്പോഴും നമ്മൾ അതിനകത്ത് താല്പര്യം കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. പ്രാദേശികമായ ആസൂത്രണം, ഗ്രാമസഭകൾ, അതിൻ്റെ യോഗങ്ങൾ, അങ്ങനെല്ലാം വരുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു നല്ല ഇടപെടലോടുകൂടി പ്രാദേശികമായ വികസനത്തെ കൊണ്ടുവരാൻ കഴിയും. ആ ഇടപെടലുകൾ നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് കൃത്യമായ എന്നവണ്ണമുള്ള വികസനത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് നാട്ടിൽ നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന ആ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ഭാഗമാണ്. വിശദാംശങ്ങളിലേക്കെല്ലാം ഞാൻ കടന്നു പോകാൻ വെളിപ്പെടുകയല്ല. ഓരോ പദ്ധതിക്കാലവും നമുക്കറിയാം അത്തരത്തിലുള്ളൊരു ആസൂത്രണം, പ്രാദേശികമായ ആസൂത്രണത്തിലേക്ക് നമ്മൾ എത്തി. ജനകീയ ആസൂത്രണത്തിൻ്റെ 1/4 നൂറ്റാണ്ട് പിന്നിടുന്ന വേളയാണ് ഇതെല്ലാം. പണ്ട് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി തിരുവനന്തപുരത്തേക്ക് ഓടേണ്ടി വന്ന ഒരു കാലം ഒരു 1/4 നൂറ്റാണ്ട് അപ്പുറത്തുണ്ടായിരുന്നു. അതൊക്കെ എനിക്കെല്ലാം ഒറ്റ റോഡിൻ്റെ കാര്യത്തിൽ, പഞ്ചായത്ത് റോഡിൻ്റെ കാര്യത്തിൽ വേണമെങ്കിൽ പോലും നമുക്ക് അങ്ങനെ പോകേണ്ടത്. ഇപ്പോൾ അങ്ങനെയല്ല. ദേവസ്വം തീരുമാനിച്ചാൽ, പഞ്ചായത്ത് തീരുമാനിച്ചാൽ ഇവിടെ അവർക്ക് ഏതെല്ലാം റോഡ് ഇവിടെ ചെയ്യാൻ കഴിയുന്നത് ഇവിടെ തീരുമാനിക്കാവുന്ന തരത്തിലേക്കെല്ലാം എത്തിയിട്ടുണ്ട്. ഒരു ചെറിയ കാര്യമല്ല. ഒരു 1/4 നൂറ്റാണ്ട് അപ്പുറത്ത് വന്നിട്ട് നമ്മൾ ജനകീയ ആസൂത്രണത്തിൽ തുടങ്ങി. ഇതേപോലെ തന്നെയാണ് ബ്ലോക്കിൻ്റെ കാര്യം പറയുമ്പോഴും ബ്ലോക്ക് പഞ്ചായത്ത് എത്രയോ കാര്യങ്ങൾക്കകത്ത് അങ്ങനെ ഇടപെടുകയാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഇപ്പം 3 ഇടത്തെയും ബ്ലോക്കിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷന്മാരും ജില്ലാ പഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷനും നമ്മുടെ കൂടെ ഈ വേദിയിൽ തന്നെ ഉണ്ട്. പഞ്ചായത്ത് കൗൺസിൽ ഹാളിൻ്റെ ഉദ്ഘാടനം KC വേണുഗോപാൽ MP നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കുതറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സജിമോൾ, പഞ്ചായത്ത് അംഗങ്ങളായ എൽമിനി, ബിന്ദു ഷിബു, TK സത്യാനന്ദൻ, റാണി ജോർജ്, S ഷിജി എന്നിവർ സംസാരിച്ചു. സന്തോഷകരമായ മുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം സാക്ഷിയാകാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. നമ്മുടെ കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ സാധാരണക്കാരായവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ കെട്ടിടവും കുറച്ചുകൂടി പ്രയോജനപ്രദമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഏതൊരു കെട്ടിടം വരുമ്പോഴും ആ കെട്ടിടത്തിൻ്റെ ഭംഗിയേക്കാളുപരിയായി ആ കെട്ടിടത്തിൻ്റെ ഒരു സാഹചര്യം സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്രമാത്രം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത് എന്ന ചോദ്യമാണ് നമ്മൾ പലപ്പോഴും ചോദിക്കാറുള്ളത്. ഈ പഞ്ചായത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകുന്ന നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ട് സാമാന്യം നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ ഇവിടുത്തെ നമ്മുടെ തീരദേശ ജനതയും അതുപോലെ തന്നെ തൊഴിലാളികളും ഒക്കെ തന്നെ തിരിഞ്ഞു പാർക്കുന്ന പ്രദേശം, കയർത്തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ഒക്കെ തന്നെ തിരിഞ്ഞിട്ടുള്ള ഒരു പഞ്ചായത്തിൻ്റെ രീതിയാണ്. അടിസ്ഥാനപരമായിട്ട് അവരുടെ പ്രയാസങ്ങൾ സങ്കടങ്ങളൊക്കെ തന്നെ നമ്മൾ മുന്നിലേക്ക്